കുട്ടത്ത് ക്ഷേത്രത്തിൽ നിന്നാണ് തുടങ്ങിയത്. ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു. എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ശ്രീജിത്ത്? അപർണ, അഭിലാഷ, എന്തായാലും ക്ഷേത്ര ദർശനം രാവിലെ തന്നെ നടത്തിയ ശേഷമാണ് സി കൃഷ്ണകുമാറും ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. രാവിലെ അമ്പലത്തിൽ എവിടെയൊക്കെ പോയി? നീരാട്ട് ഗണപതി, ഗുരുവായൂരപ്പൻ ക്ഷേത്രം, കൽപ്പാത്തി. ഇത് മൂന്ന് സാധാരണ അങ്ങനെ പോകുന്ന ഇതാണ്. ഞാൻ പാലക്കാട് ഉണ്ടെങ്കിൽ ഈ ക്ഷേത്രങ്ങളിൽ സ്ഥിരമായിട്ട് ദർശനം നടത്തണം. അതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പായതുകൊണ്ടല്ല, എന്റെ ഒരു പതിവാണ് രാവിലത്തെ ക്ഷേത്ര ദർശനം എന്നുള്ളത്. എന്താണ് ഏറ്റവും അവസാനത്തെ ഒരു പ്രതീക്ഷ? ഞങ്ങള് 200% ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണ ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ, ഞങ്ങളെ സംബന്ധിച്ചോളം ഭൂരിപക്ഷം എത്രയാണെന്ന് മാത്രമേ ഞങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. ബാക്കി വിജയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തയില്ല. ഞങ്ങൾ സുനിശ്ചിതമാണ് ഞങ്ങളുടെ വിജയം. എന്തുകൊണ്ടാണ് അതിന്? അതായത് ഒരു രാഷ്ട്രീയ വോട്ടുകൾ കൂടുമെന്നുള്ളതാണോ? എന്താണ് അതിന്റെ ഒരു ബേസിക്? പാലക്കാട് ഇത്തവണ പാലക്കാടിന്റെ വികസനമാണ് പാലക്കാട്ടുകാർ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത്. അവർക്ക് അവരുടെ മുന്നിൽ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. NDA ആണ് അവർക്ക് പാലക്കാടിനായിട്ട് എന്തെങ്കിലും നൽകിയിട്ടുള്ളത്. ഇനിയും NDAക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളത്. പാലക്കാടിനെ 13 വർഷം പ്രതിനിധീകരിച്ച ആള് പാലക്കാടിനായിട്ട് നൽകി എന്ന് പറയുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും പാതി വഴിയിലാണ്. പാലക്കാട്ടുകാരെ പാതി വഴിയിൽ ജയിപ്പിച്ച പാലക്കാട്ടുകാരെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയി. ഇതെല്ലാം പാലക്കാട്ടുകാരുടെ മനസ്സിലുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും പ്രതിഫലിക്കും. ഞാൻ പാലക്കാട്ടുകാർക്ക് ഉറപ്പുണ്ട്, ഞാൻ പാലക്കാടിന് ഉണ്ടാവും. ഈ കഴിഞ്ഞ തവണ ശ്രീധരൻ നിന്നപ്പോഴപ്പുറത്തേക്കുള്ള BJPയുടെ പ്രതീക്ഷ അതെന്തുകൊണ്ടുണ്ടായി എന്നുള്ളതാണ്. അതെ, ശ്രീധരൻ സാറുടെ അദ്ദേഹം മത്സരിക്കുന്നില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞല്ലോ, കൃഷ്ണകുമാർ ജയിച്ചു കഴിഞ്ഞാൽ കൃഷ്ണകുമാറുടെ കൂടെ പാലക്കാടിനായിട്ട് ഞാൻ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ കൂടെ ഉണ്ടാവും. അത് അദ്ദേഹം നേരിട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇത് നടപ്പാക്കാൻ പോകുന്നത് വിജയിച്ചു കഴിഞ്ഞാൽ. അത് ഈ താഴെ തട്ടിലെ പ്രവർത്തനത്തിന്റെ കോൺഫിഡൻസ് ആണോ? എന്താണ് സി കൃഷ്ണകുമാറിന്റെ കോൺഫിഡൻസ് ഇത്തവണത്തെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ പ്രവർത്തനവും നടത്തിയിരുന്നു, ശ്രീധരന് വേണ്ടി നടത്തിയിരുന്നു, വലിയ പ്രചരണം നടത്തി. പക്ഷെ ഇത്തവണ എന്താണ് ഒരു അഡീഷണൽ ആയി വന്നത്? കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് വന്ന കുറവുകളെല്ലാം ഞങ്ങൾ തവണ പരിഹരിച്ചിട്ടുണ്ട്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ ഏറ്റവും താഴെ തട്ടുന്ന വളർന്നു വന്ന പ്രവർത്തകനാണ്. പാലക്കാട് ജനിച്ചു വളർന്നതാണ്. പാലക്കാടിന്റെ ഓരോ മുക്കും മൂലയും എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഏതെല്ലാം പ്രദേശങ്ങളിൽ എവിടെയെല്ലാം ഞങ്ങൾക്ക് കുറവുകളുണ്ടോ അതെല്ലാം സംഘടനാ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ച്, സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ച് ആ കുറവുകളെല്ലാം പരിഹരിച്ചു. ഓരോ നിമിഷവും ഉണ്ടാവുന്ന കുറവുകളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട്. പഴുതടച്ചുള്ള ഞങ്ങളുടെ പ്രചരണവും പ്രവർത്തനമായിരുന്നു. അതന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ഈ ഇരട്ട വോട്ട് ആരോപണങ്ങൾ തടയുമെന്ന് പറയുന്നു CPM. അതൊക്കെ ഒരു സംഘർഷത്തിലേക്ക് പോകുമോ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ദിവസം? അല്ല, CPM-ഉം കോൺഗ്രസും പരാജയം ഉറപ്പാക്കി. അതുകൊണ്ടാണല്ലോ ഈ അവസാന നിമിഷം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ഞാൻ ഉയർത്തിയ സമയത്ത് എന്തുകൊണ്ട് അവർ പ്രതികരിച്ചില്ല? കൃത്യമായിട്ട് ലിസ്റ്റ് 3,36,000 വോട്ടിന്റെ കൃത്യമായിട്ടുള്ള ലിസ്റ്റ് തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക്, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഞാൻ സമർപ്പിച്ചു. അതിന്റെ പ്രിന്റ് ഔട്ട്, അതിന്റെ കോപ്പി എല്ലാം സമർപ്പിച്ചാണ്. എന്തുകൊണ്ട് അത് പരിശോധിച്ചില്ല? അന്ന് രണ്ട് മുന്നണികളും നിശബ്ദമായിരുന്നില്ല. അപ്പോൾ അവര് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായിട്ട് രണ്ടാളും ആസൂത്രിതമായിട്ട് ചേർത്തിയ വോട്ടുകളാണിത്. ഇത്തവണ അവർക്ക് പരാജയഭീതി വന്നു. അവരപ്പോ ഈ പ്രചരണവുമായിട്ട് വരികയാണ്. പരാജയം നേരത്തെ തന്നെ അവർ സമ്മതിക്കുക. ഈ സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? ഇവരിപ്പം തടയാനൊക്കെ വന്ന് വോട്ടർ പട്ടിക നിയമം അനുസരിച്ച് വോട്ടർ പട്ടികയിൽ പേരുള്ള ഏതൊരാൾക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അയാൾ 2 വോട്ട് രേഖപ്പെടുത്താൻ പാടില്ല എന്നേ ഉള്ളൂ. 2 നിയോജക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ 2 ബൂത്തുകളിൽ അയാൾ വോട്ട് രേഖപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ അയാളുടെ 2 വോട്ടും അയാൾ ഉപയോഗപ്പെടുത്തിയാൽ അയാൾക്കെതിരായിട്ട് നടപടി സ്വീകരിക്കാം. അല്ലാതെ വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാളെ തടയാനുള്ള യാതൊരുവിധ അധികാരവും ആർക്കുമില്ല. BJPയുടെ എല്ലാ വോട്ടർമാരും വോട്ട് ചെയ്യും, അതിൽ സംശയം എന്താ സംശയം? വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവർക്കും, ഞങ്ങളുടെ മാത്രമല്ല ഏത് വോട്ടർക്കും വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട്. അത്തരം വോട്ടുകളെ സംബന്ധിച്ച് പിന്നീട് കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ. ഏറ്റവും അവസാനം എന്താണ് ഭൂരിപക്ഷം ഈ മണിക്കൂറിൽ? 5 ഭൂരിപക്ഷം ഞങ്ങൾക്കുണ്ടാവും. അത് 10,000-ന് മുകളിൽ എത്രയാണെന്ന് മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ, ഞങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. അതിനപ്പുറം ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ചിന്തയില്ല. ഞങ്ങൾ പഞ്ചായത്തുകളിൽ മുന്നോട്ട് പോകും. പഞ്ചായത്തുകളിൽ വലിയ മുന്നേറ്റം നടത്തും. 2 മുന്നണികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ വലിയ മുന്നേറ്റമാണ് തവണ പഞ്ചായത്തിൽ നടത്താൻ പോകുന്നത്. 2 ആളെയും പുറകിലാക്കി ഞങ്ങൾ ആ പഞ്ചായത്തുകളിലും. ഇതുവരെ അവർ പറഞ്ഞല്ലോ പാലക്കാട് മുനിസിപ്പാലിറ്റി മാത്രമാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർ പറയും പാലക്കാട് നിയോജക മണ്ഡലം മുഴുവൻ BJPയുടെ ശക്തി കേന്ദ്രമാണെന്ന്. ഏതായാലും അത്രത്തോളം വലിയ ആത്മവിശ്വാസമാണ് BJP സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെ സംബന്ധിച്ചുള്ളത്. അദ്ദേഹവും രാവിലെ ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ